ഹേ ഗെയ്സ്, എല്ലാവർക്കും നമ്മുടെ കുഞ്ഞൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നൊരു കുട്ടിയൊരു വ്ളോഗാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വ്ളോഗാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ കുഞ്ഞാടെ അംഗൻവാടിയിലെ ക്രിസ്മസ് ആഘോഷമാണ് കേട്ടോ ഇന്ന് ഞാൻ വ്ളോഗാക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഭയങ്കര ഒരു സന്തോഷം. നമ്മുടെ മോനും വലുതായി വരുവാണല്ലോ അല്ലേ. അപ്പോൾ ഇതുപോലെ അവൻ അംഗൻവാടിയിലെ ക്രിസ്മസ് ആഘോഷമൊക്കെ ആഘോഷിക്കാറായി. എൻ്റെ കുഞ്ഞ് വലുതായി വരുന്നു. അപ്പോൾ ഇതെല്ലാമാണ് കേട്ടോ കുഞ്ഞാടെ ഫ്രണ്ട്സും 2 ടീച്ചേഴ്സും. ഇത് ബിബിത ടീച്ചർ, മറ്റേത് ശാന്തമ്മ ടീച്ചർ കേട്ടോ. അപ്പം എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് അവർ കേക്ക് കട്ട് ചെയ്യുവാണ്. അപ്പം അംഗൻവാടിയിലെ പിള്ളേർക്കെന്ന് പറഞ്ഞാൽ ക്രിസ്തുമസിൻ്റെ അന്ന് മാത്രമാണല്ലോ ലീവുള്ളത്, അല്ലാതെ സ്കൂളിലെ പോലെ 10 ദിവസമൊന്നും ലീവൊന്നും ഇല്ലല്ലോ. എന്നാലും കുഞ്ഞായിക്ക് രാവിലെ എന്നും അംഗൻവാടി പോകാൻ ഭയങ്കര മടിയാണ് കേട്ടോ. പിന്നെ അവിടെ പോയി ഇരുന്ന് കഴിയുമ്പോഴത്തേന് കുഴപ്പമില്ല, നന്നായിട്ട് ഇരുന്നോളും, കുഴപ്പമൊന്നുമില്ല. പിന്നെ മിരുമിരിപ്പ് അത്യാവശ്യം നല്ലതായിട്ടുണ്ട് കേട്ടോ. അവന് അടങ്ങിയിരിക്കാൻ ഞങ്ങൾക്ക് ഭയങ്കര പാടാണ് കേട്ടോ. വീട്ടിലിരുന്നാലും ഞങ്ങൾ അടങ്ങിയിരിക്കുന്ന പ്രസ്ഥാനമേ ഇല്ല. അപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ ടീച്ചർ കേക്ക് മുറിക്കാമെന്നും പറഞ്ഞ് വിളിച്ചപ്പോഴത്തേന് ടേബിളിന് ചുറ്റും എല്ലാവരും വട്ടം കൂടി നിൽക്കുകയാണ് കേട്ടോ. നല്ല കുഞ്ഞി തൊപ്പികളൊക്കെ വെച്ച് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ടീച്ചേഴ്സ് 2 പേരും റെഡ് കളർ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ കുഞ്ഞാ വേണ്ട കേക്ക് മുറിക്കുന്നതൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. കേക്ക് കട്ട് ചെയ്തു. നമ്മളെ എന്നും കൊണ്ടുവിടുന്ന അതേ ടൈമിൽ തന്നെ രാവിലെ കൊണ്ടുവിട്ടു കേട്ടോ. അപ്പോൾ കേക്ക് മുറിക്കാനായിട്ട് ഓരോരുത്തരെയായിട്ട് ടീച്ചർ വിളിക്കുവാണ് കേട്ടോ. ഒരാളെ കൊണ്ട് ഇവിടെ നിർത്തുമ്പോൾ അടുത്ത ആൾ അപ്പുറം പോകും കേട്ടോ. അങ്ങനെയാണല്ലോ കുഞ്ഞു പിള്ളേരുടെ കാര്യം, അങ്ങനെയാണല്ലോ. പിന്നെ നമ്മൾ ഇതിൽ കണ്ണപ്പനെ കാണുന്നില്ല. കണ്ണപ്പനാണെങ്കിൽ വാതക്കയിലിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവനെ ഞാൻ ആകുന്ന നോക്കി ടീച്ചേഴ്സും വിളിച്ചു, പക്ഷേ അവൻ വന്നില്ല കേട്ടോ. ഞാൻ ഏറ്റവും ലാസ്റ്റ് പിക്ക് ആഡ് ചെയ്തിട്ടുണ്ട് കണ്ണൻ്റെ. പിന്നെ നമ്മൾ 2-3 പേരൻസ് മാത്രമേ ഉള്ളായിരുന്നു. ബാക്കി ഉള്ളവരൊക്കെ അങ്ങ് കൊണ്ടുവിട്ടിട്ട് അങ്ങ് പോയായിരുന്നു. ഞാൻ കൊണ്ടുവിട്ട ആ സമയത്തായിരുന്നു കേട്ടോ കേക്ക് കട്ടിങ്, അതുകൊണ്ട് എനിക്ക് കൂടാൻ പറ്റി. പിന്നെ നമ്മുടെ അവിടെ അംഗൻവാടിയുടെ അടുത്തുള്ള ഒരു ചേട്ടനാണ് കേട്ടോ. അപ്പോൾ പുള്ളിക്കാരനും വന്ന് അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഒരാൾ വന്ന് കൊണ്ടിവിടെ നിർത്തുമ്പോൾ അടുത്ത ആൾ അപ്പുറം പോകുമെന്ന് പറയുന്നത് സത്യമാണ്. വേണ്ട അടുത്ത ആൾ 1-2 പേര് അപ്പുറം മാറി നിൽക്കുന്നുണ്ട്. കേക്ക് കട്ടിങ്ങിലൊന്നും കൂടിയില്ല കേട്ടോ. എന്നിട്ട് പിന്നെ കുഞ്ഞായിക്കാണ് കേട്ടോ ടീച്ചർ ആദ്യം കേക്ക് കൊടുത്തത്. എന്നിട്ട് ഇവിടെ വന്നിരുന്ന് പറയുകയും ചെയ്തു, അമ്മയെ കേക്ക് മുറിച്ചപ്പോൾ ടീച്ചർ എനിക്ക് ആദ്യം തന്നേ അമ്മയെന്നൊക്കെ പറഞ്ഞായിരുന്നേ. അപ്പോൾ ഇതുപോലെ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും ടീച്ചേഴ്സ് വായി വെച്ച് കൊടുത്തു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. എല്ലാവരും കുഞ്ഞു വായൊക്കെ തുറന്ന് ഇങ്ങനെ കേക്കും മേടിച്ചുകൊണ്ട് പോകുന്ന കാണാൻ നല്ല രസമുണ്ടായിരുന്നു. എന്താണെന്നറിയത്തില്ല, എനിക്കിതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. നമ്മുടെ കുഞ്ഞും വലുതായി വരുവാണല്ലോ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴാണ് കേട്ടോ ഒരു സന്തോഷം. എന്ന് വെച്ചാൽ എന്താ പറയുന്നത്, നമ്മൾ അവൻ്റെ ഓരോ ആദ്യ ചുവടുവയ്പ്പാണല്ലോ അംഗൻവാടിയിലുള്ള ഒരു വിദ്യാഭ്യാസം എന്ന് പറയുന്ന ആദ്യത്തെ പഠനത്തിലോട്ടുള്ള ആദ്യ ചുവടുവയ്പ്പാണ്. അപ്പം ഈ ടീച്ചേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് എന്നും അവനുണ്ടാവണം. അപ്പോൾ ഓരോരുത്തരായിട്ട് കേക്ക് ഇതുപോലെ കട്ട് ചെയ്ത് മേടിച്ചുകൊണ്ട് പോവാണ് കേട്ടോ. കുഞ്ഞായിക്കാണ് ക്രീം കേക്കാണ് ഭയങ്കര ഇഷ്ടം. അപ്പം എന്നോട് വീട്ടിൽ വെച്ച് ചോദിച്ചായിരുന്നു കേട്ടോ, അമ്മ ഇവിടെ ക്രീം കേക്കാണോ കട്ട് ചെയ്യുന്നതെന്നൊക്കെ. അപ്പം ഞാൻ പറഞ്ഞു അല്ല, എന്ത് കേക്കാണോ കട്ട് ചെയ്യുന്നത് ആ കേക്ക് ടീച്ചർ വരുമ്പോൾ കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് മേടിച്ചു കേട്ടോ. ഇതാണ് കണ്ണപ്പൻ. ഇപ്പോൾ വീഡിയോയിൽ കണ്ടതാണ് കേട്ടോ കണ്ണൻ. അപ്പോൾ കേക്ക് മേടിച്ചുകൊണ്ട് വേണ്ട, അവന് ഇഷ്ടമല്ല ആ കേക്ക്. എന്നിട്ടും ടീച്ചർ കൊടുത്തപ്പം മേടിച്ച് ഞാൻ പറഞ്ഞത് കേട്ട് അതുപോലെ കേക്ക് കഴിക്കാനായിട്ടൊരു ചെയറിൽ കൊണ്ടിരുത്തിയേക്കുവാണ് കേട്ടോ. അപ്പോൾ ഇതൊരു കൊച്ചിൻ്റെ അമ്മയാണ് കേട്ടോ, ഇത് ടീച്ചറാണ്. അപ്പോൾ എനിക്ക് കേക്ക് തരുവാണ്. കുഞ്ഞാടെ അച്ഛയും ഉണ്ടായിരുന്നു, അച്ഛയ്ക്കും കേക്കൊക്കെ കൊടുത്തിട്ടോ. എന്നിട്ട് ഞാൻ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു, അതുകൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇത് കുഞ്ഞാടെ ഫ്രണ്ടാണ് കേട്ടോ, അക്ഷതി. എപ്പോഴും വന്ന് വീട്ടിൽ പറയുന്ന ഒരാളാണ് അക്ഷതി. ആബേൽ, റയാൻ, ഇത്രയും പേരുടെ കാര്യം അവൻ എന്നും പറയും കേട്ടോ. ഇതാണ് കണ്ണപ്പൻ. നല്ല കോസ്റ്റ്യൂമൊക്കെ ഇട്ടുകൊണ്ട് വന്ന് കരഞ്ഞുകൊണ്ടിരിപ്പായിരുന്നു കേട്ടോ. അപ്പോൾ കണ്ണനൊന്ന് ചിരിച്ചെടുത്ത ഒരു ഫോട്ടോയാണ്. പിന്നെ അവർ ഉച്ചക്കഞ്ഞിയൊക്കെ കുടിച്ച് കേട്ടോ. ഉച്ചക്കഞ്ഞിയൊക്കെ കുടിച്ച് നമ്മൾ സ്ഥിരം എന്നും വിളിക്കാൻ പോകുന്ന അതേ സമയത്ത് തന്നെ നമ്മൾ വിളിച്ചുകൊണ്ട് വന്നു. കണ്ണൻ ഞാനൊക്കെ ഇങ്ങ് പോന്നു കഴിഞ്ഞപ്പോഴത്തേന് ടീച്ചേഴ്സിൻ്റെ കൂടെ മാത്രമായപ്പോൾ കണ്ണൻ ഫോട്ടോയ്ക്കൊക്കെ പോസ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മളവിടെ നിൽക്കാൻ നേരം കണ്ണന് ഭയങ്കര മടിയായിരുന്നു.
അത് കഴിഞ്ഞപ്പോൾ അവർ ഫോട്ടോസൊക്കെ എടുത്തു, കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു സന്തോഷം നിറഞ്ഞൊരു ദിവസമായിരുന്നു. അവനും ഭയങ്കര ഹാപ്പിയായിരുന്നു കേട്ടോ. വന്നു കഴിഞ്ഞും ഭയങ്കര സന്തോഷമൊക്കെ ആയിരുന്നു. കുറേ വട്ടം പറഞ്ഞു ഞങ്ങളുടെ അംഗൻവാടിയിലുണ്ടല്ലോ ഇന്ന് കേക്ക് കട്ട് ചെയ്തേ, അങ്ങനെയാണേ ഇങ്ങനെയാണേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പം എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്. എല്ലാവരും ക്രിസ്മസും അതുപോലെ തന്നെ ന്യൂ ഇയറും ഒക്കെ അടിച്ചു പൊളിക്കുക. എല്ലാവർക്കും നല്ലൊരു ന്യൂ ഇയർ ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വരുന്നവരെ